നമസ്കാരം. SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് 1st ഏപ്രിൽ മുതൽ 7th ഏപ്രിൽ വരെ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് ആണ്. അപ്പോൾ 7th ഏപ്രിൽ മുതൽ 1st ഏപ്രിൽ വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ്. ബ്ലൈൻഡ് പീപ്പിളിനെ അവരുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റുവും അതുപോലെ നമ്മുടെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന രാജ്കുമാരി അമൃത് കൗറും കൂടിയാണ് നാഷണൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ കൂടെ തന്നെയാണ് ഇത്തരത്തില് 1st ഏപ്രിൽ മുതൽ 7th ഏപ്രിൽ വരെ ഇങ്ങനെ ഒരു ബ്ലൈൻഡ്നെസ് വീക്ക് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. 1960 ഇത് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്ലോസിംഗ് സെറമണി ഓഫ് ദി ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. അപ്പൊ നമുക്കറിയാം 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. അപ്പൊ അത് യുഎന്നിനോട് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. കാരണം സെറിയൽസ് ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഗ്ലോബൽ ലെവലിൽ എത്തേണ്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രപ്പോസ് ചെയ്തത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് UN അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് ഈ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023 ക്ലോസിംഗ് സെറിമണി ഓർഗനൈസ് ചെയ്തത്. 29th മാർച്ച് 2024 നടന്നത്. ഇത് FAO ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഇറ്റലി റോമിലാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പൊ UN ജനറൽ അസംബ്ലി ആണ് 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. അതിനുവേണ്ട പ്രപ്പോസൽസ് കൊടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 1/5 ഓഫ് ദി മില്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഗ്ലോബൽ ഹബ് ഫോർ മില്ലറ്റ്സ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ. നെക്സ്റ്റ്, റോഹൻ ബൊപ്പണ്ണ ക്രിയേറ്റ്സ് ഹിസ്റ്ററി വിത്ത് മിയാമി ഓപ്പൺ മെൻസ് ഡബിൾ ടൈറ്റിൽ ബ്രേക്സ് ഹിസ് ഓൺ റെക്കോർഡ്. റോഹൻ ബൊപ്പണ്ണ അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ പാർട്ണർ ആയിട്ടുള്ള മാത്യു എബ്ഡനും മിയാമി ഓപ്പണിന്റെ മെൻസ് ഡബിൾസ് ഫൈനലിൽ വിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ഓസ്ട്രേലിയൻ പെയറിനെ ഡിഫീറ്റ് ചെയ്തത് ക്രൊയേഷ്യൻ അമേരിക്കൻ പെയർ ആയിട്ടുള്ള ഇവാൻ ഡോഡിക് അതുപോലെ ഓസ്റ്റിൻ ക്രാജിക്കിന്റെ ഒരു പെയറിനെയാണ് ഇവർ ഡിഫീറ്റ് ചെയ്തത്. അപ്പൊ ബൊപ്പണ്ണ അദ്ദേഹത്തിന്റെ തന്നെ ഒരു റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. അതായത് മാസ്റ്റേഴ്സ് 1000 ടൈറ്റിലില് വിൻ ചെയ്യുന്ന ഓൾഡസ്റ്റ് മാൻ. അദ്ദേഹത്തിന് 44 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അദ്ദേഹം ഈ ATP മാസ്റ്റേഴ്സ് 1000 ഇവന്റ്സിലെ എല്ലാ 9 ATP മാസ്റ്റേഴ്സിലും ഫൈനൽസിൽ എത്തുന്ന രണ്ടാമത്തെ സെക്കൻഡ് ഇന്ത്യൻ ആയിട്ടും കൂടെ മാറിയിരിക്കുകയാണ്. നെക്സ്റ്റ്, Sharfudullah Ibn Shahid became the first Bangladeshi umpire to be inducted into the ICC Elite Panel of Umpires. അപ്പൊ അമ്പയേഴ്സിന്റെ ICC Elite പാനലിലേക്ക് ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ബംഗ്ലാദേശി അമ്പയർ വരുന്നത്. ഷർഫുദൗള ഇബ്നെ ഷാഹിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എലൈറ്റ് അമ്പയേഴ്സ് പാനൽ എന്ന് പറയുന്നത് വൺ ഡേ ഇന്റർനാഷണൽസ് അതുപോലെ മെൻസ് ടെസ്റ്റ് ഇതൊക്കെ അമ്പയർ ചെയ്യുന്ന പാനൽസ് ആണ്. ഇന്ത്യയിലെ നിതിൻ മേനോൻ 5th ടൈമും ഈ ഒരു ടോപ്പ് പാനലിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. FSIB selects new CMTS for New India Assurance and United India. ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ആണ് FSIB. അത് പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഒരു ഹണ്ടിങ് ഏജൻസിയാണ്. അതുപോലെ ഇൻഷുറൻസ് ഫേംസിന്റെ. ഗിരിജ സുബ്രഹ്മണ്യൻ ആണ് നെക്സ്റ്റ് CMD ഓഫ് ന്യൂ ഇന്ത്യ അഷുറൻസ്. അതുപോലെ ഭൂപേഷ് സുശീൽ രാഹുൽ ആണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന്റെ നെക്സ്റ്റ് CMD. നെക്സ്റ്റ്, ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024. അപ്പൊ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും കൂടിയിട്ടാണ് ഇത് റിലീസ് ചെയ്തത്. ഇതിന്റെ കീ ഫൈൻഡിങ്സ് എന്താണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 2004-5 എടുക്കുമ്പോൾ 2021-22 അത് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, UP പോലുള്ള സ്റ്റേറ്റ്സ് ബോട്ടത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഡൽഹി, ഹിമാചൽ പ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റുകൾ ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ്, 2nd ഏപ്രിൽ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അപ്പോൾ ഇത് ഡെസിഗ്നേറ്റ് ചെയ്ത യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് 2007. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ് ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഷെയർ റീജിയണൽ പെർസ്പെക്ടീവ്സ് എന്നുള്ളതാണ്. 1st ഏപ്രിൽ 2024 90 ഇയേഴ്സ് ഓഫ് RBI വന്നിട്ട് 19 ഇയേഴ്സ് ആയിരിക്കുകയാണ്. അതായത് ഫിനാൻസ് മിനിസ്ട്രി ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ₹90 ഡിനോമിനേഷനിൽ ഒരു കോയിൻ ഇറക്കി. കോയിൻ ഇറക്കുന്നത് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ആണ്. ബാക്കി കറൻസി എല്ലാം നോക്കുന്നത് RBI ആണ്. അപ്പോൾ RBIയുടെ ഈ 90 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ₹90 ഒരു കോയിൻ ഇറക്കി. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1st ഏപ്രിൽ 1935 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് 19th ഇയർ ആയിരിക്കുകയാണ്. സെൻട്രൽ ഓഫീസ് ഓഫ് ദ റിസർവ് ബാങ്ക് ആയിരുന്നു ഇനീഷ്യലി കൽക്കട്ടയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മുംബൈയിലേക്ക് പെർമനന്റ് ആയിട്ട് മൂവ് ചെയ്തു 1937. ആദ്യം ഇത് സെറ്റപ്പ് ചെയ്ത ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. പിന്നീട് ഇത് 1949 ജനുവരി 1 നാഷണലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ. അതെ, ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, റിസർവുകൾ കീപ്പ് ചെയ്യുക, മോണിറ്ററി സ്റ്റെബിലിറ്റി ഇന്ത്യയുടെ വ്യൂ ചെയ്യുക,
അതുപോലെ കറൻസി ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കുക, ക്രെഡിറ്റ് സിസ്റ്റം നോക്കുക എന്നുള്ളതൊക്കെയാണ്. ഇത് കൂടാതെ മോണിറ്ററി സ്റ്റെബിലിറ്റി, കറൻസി മാനേജ്മെന്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ചെയ്യുക, ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുക, ഇതെല്ലാം RBIയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. നെക്സ്റ്റ്, ഷെഫാലി ഷരൺ ടേക്സ് ചാർജസ് as പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പൊ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് ഷെഫാലി ഷരൺ ചാർജ് എടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ്, ജോയ്ശ്രീ ദാസ് വർമ്മ becomes new president of FICCI Ladies Organization. അപ്പൊ FICCI Ladies Organization എന്ന് പറയുന്നത് FLO എന്നാണ് അറിയപ്പെടുന്നത്. 1983 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതാണ് FICCI എന്നുള്ള ഒരു ഫുൾ ഫോം. അത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യയുടെ ഒരു അപെക്സ് ബോഡിയാണ്. FLO എന്ന് പറയുന്നത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള വുമൺ ലീഡ് ചെയ്യുന്ന വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ചേംബർ ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ. നെക്സ്റ്റ്, സന്തോഷ് കുമാർ ഝാ ടു ബി ന്യൂ CMD ഓഫ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. അപ്പൊ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ ആണ്. അത് ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നേവി മുംബൈയിലാണ്, ബൈലാപൂർ. Over 60 products from across India on GI tags. അപ്പൊ GI tag എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അത് 60ഓളം പ്രൊഡക്ട്സിന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു 60 പ്രൊഡക്ട്സ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. ചെന്നൈ ബേസ്ഡ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി നിലനിൽക്കുന്നത്. അപ്പൊ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്ന ഒരു തരം സൈൻ ആണ്. അതായത് സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ ആണ് അത് കാണിക്കുന്നത്. കൂടാതെ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, റെപ്യൂട്ടേഷൻ ഒക്കെ പോസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഒറിജിൻ ആയിരിക്കും ഈ ഒരു ടാഗോട് കൂടി കാണിക്കുന്നത്. ഈ ടാഗ് ഉള്ള പ്രൊഡക്ട്സിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടുതൽ, വില മീൻസ് അതിന്റെ ഒരു വില എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കേറിയ 60 പ്രൊഡക്ട്സിൽ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബോഡോ ദൊഖോന, അതൊരു ട്രഡീഷണൽ അറ്റയർ ആണ്, ബോഡോ വുമൺ ധരിക്കുക. അതുപോലെ ബോഡോ ഗംസ, ബോഡോ മെൻ ധരിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ് ആണ്. ബോഡോ ജുങ്കാര എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ സ്കാർഫ് ആണ്. ബോഡോ സിഫഞ്ച്, സിഫഞ്ച് എന്ന് പറയുന്നത് ഒരു ലോങ് ഫ്ലൂട്ട് ആണ്. അങ്ങനെ ഒത്തിരി 60ഓളം പ്രൊഡക്ട്സ് ഇപ്പോ ഈ GI ടാഗിന്റെ പട്ടികയിലേക്ക് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻ സ്പെയിൻ മാസ്റ്റേഴ്സ് 2024 ബാഡ്മിന്റൺ ടൂർണമെന്റ്, കിയാൻ യെ ലോങ് ഓഫ് സിംഗപ്പൂർ വിൻസ് ദ മെൻസ് ടൈറ്റിൽ. അപ്പൊ സ്പെയിൻ മാസ്റ്റേഴ്സ് 2024 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിയാൻ ലോ ലോങ് സിംഗപ്പൂരിലെ ഒരു സ്പോർട്സ് മാൻ ആണ്. അദ്ദേഹത്തിന് ഒരു മെൻസ് ടൈറ്റിൽ വേൺ ചെയ്തിരിക്കുകയാണ്. വുമൺ സിംഗിൾസിൽ റച്ന ഇറ്റനോൺ ഓഫ് തായ്ലൻഡ് ആണ് ക്രൗൺ നേടിയത്. ഹോക്കി ഇന്ത്യ അവാർഡ്സ്, ഹാർദിക് സിംഗ് ആൻഡ് സലീമ ടെറ്റെ വിൻ ബാൽബർ സിംഗ് SR അവാർഡ് ഫോർ പ്ലെയർ ഓഫ് ദി ഇയർ 2023. അപ്പൊ സലീമ ടെറ്റെ ഹോക്കി ഇന്ത്യ ബാൽബർ സിംഗ് സീനിയർ അവാർഡ് ഫോർ പ്ലെയർ ഓഫ് ഇയർ 2023 വുമൻസ് കാറ്റഗറിയിൽ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഹാർദിക് സിംഗിനാണെങ്കിൽ മെൻസ് കാറ്റഗറിയിലാണ് കിട്ടിയത്. ഇവർ ക്യാഷ് പ്രൈസ് 25 lakhs ആണ്. ഒളിമ്പ്യൻ ആൻഡ് വേൾഡ് കപ്പ് വിന്നർ ആണ് അശോക് കുമാർ. അദ്ദേഹത്തിന് മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2023 കൊടുത്ത് ഓണർ ചെയ്തു. TN ഗവർണർ, തമിഴ്നാട് ഗവർണർ RN രവി ഇനാഗുറേറ്റ്സ് പരംവീർ ചക്ര ഗാർഡൻ. അപ്പൊ തമിഴ്നാട് ഗവർണർ ആയിട്ടുള്ള RN രവി പരംവീർ ചക്ര ഗാർഡൻ, അതുപോലെ ഐക്യം എക്സിബിഷനിൽ കാഞ്ചി മഹാസ്വാമി വിദ്യാ മന്ദിർ തമ്പറാമില് ഇനോഗ്രേറ്റ് ചെയ്തു. ഈ ഗാർഡൻ എന്ന് പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ ഗാർഡൻ ആണ്. അവിടെ 21 പരംവീർ ചക്ര അവാർഡീസിന്റെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ഓയിൽ പാനാസോണിക് എനർജി ഇംപാക്ട് ഫോർ ലിഥിയം അയൺ സെൽ JV എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചർ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ ടോപ്പ് റിഫൈനർ ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അവര് പാനസോണിക് എനർജി ആയിട്ട് ഒരു ജോയിന്റ് വെഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ് ലിഥിയം അയോൺ സെൽസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി. ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പവർ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇത് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേജർ ആയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നെറ്റ് സീറോ എമിഷൻ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറയ്ക്കാൻ 2070 ഇന്ത്യ ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഒരു മുതൽക്കൂട്ടായിരിക്കും ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. ഇപ്പൊ കൺട്രി എന്ന് പറയുന്നത് മോർ ദാൻ 10 മില്യൺ EVs ആണ് 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, അക്കോർഡിംഗ് ടു ആനുവൽ ഇക്കണോമിക് സർവേ. 61st നാഷണൽ മാരിടൈം വീക്ക്. ഇപ്പൊ നാഷണൽ മാരിടൈം വീക്ക് എന്ന് പറയുന്നത് മെർച്ചന്റ് നേവി വീക്കുമായിട്ട് സിനോണിമസ് ആണ്, സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് 13th March 2024 മുതൽ 5th April 2024 വരെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ്.
61st നാഷണൽ മാരിടൈം ഡേ എന്ന് പറയുന്നത് 5th ഏപ്രിലില് മെയ്ഡൻ വോയാജ് ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യൻ വെസൽ SS ലോയൽറ്റി അത് ഓൺ ചെയ്ത് മിസ് ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയാണ്. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി 5th മാർച്ചിൽ 1990. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മാരിടൈം വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ മാരിടൈം ഡേ എന്ന് പറയുന്നത് recognizes services of seafarers and services of persons and organizations connected with the promotion and development of national maritime industry by giving them awards, scholarship and facilitation. അപ്പം ഈ മാരിടൈം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് നാഷണൽ മാരിടൈം ഇൻഡസ്ട്രി ഓർഗനൈസേഷൻസ് ഇതിനെല്ലാം അവാർഡുകളും സ്കോളർഷിപ്പുകളും ഫെസിലിറ്റേഷൻസും ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. IAS Gagan Shakti 2024 10-day mega exercise from April 1 to 10. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആണ് ബിഗ് എക്സസൈസ് എല്ലാം ഗഗൻ ശക്തി എന്ന് പറയുന്നത്. ഓൾ എയർഫോഴ്സ് സ്റ്റേഷൻസിൽ ഇൻവോൾവ് ആണ്. അതിൽ എല്ലാ 5 ഇയേഴ്സിലും എവറി 5 ഇയേഴ്സിലും നടക്കുന്നുണ്ട്. ഇത് April 1, 2024 പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് ജയ്സാൽമർ ഡിസ്ട്രിക്ട് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് April 10 വരെ കണ്ടിന്യൂ ചെയ്യും. ബോത്ത് വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ ഫ്രോൺസിലായിട്ടാണ് ഇൻകംപയർ ചെയ്യുന്നത്. ഗഗൻ ശക്തി എന്ന് പറയുന്നത് 2018 ലാസ്റ്റ് നടന്നത്. ഇന്ത്യൻ ആർമി ഈസ് പ്രൊവൈഡിംഗ് ലോജിസ്റ്റിക് സപ്പോർട്ട് ഫോർ ദിസ് മെഗാ എക്സസൈസ്. ഇന്ത്യൻ ആർമി ഇതിന് വേണ്ട ലോജിസ്റ്റിക് സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത 8 ഒക്ടോബർ 1932 ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്ന് പറയുന്നത് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളതാണ്. എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്നത് VR ചൗധരി ഫീൽസം VM ADC എന്നുള്ളതാണ്. MS Dhoni becomes first wicket keeper to complete 300 dismissals in T20 cricket. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള MS ധോണി ഒരു ഹിസ്റ്ററി നേടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്ത്യൻ കീപ്പർ ടു സ്കോർ 7,000 റൺസ് ഇൻ 2020 ക്രിക്കറ്റ്. അദ്ദേഹത്തിന് 42 ഇയർ ഓൾഡ് ആയിട്ട് ഒരു വെറ്ററൻ ക്രിക്കറ്റർ ആണ് അദ്ദേഹം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മാച്ചിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വെച്ചിട്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടുന്നത്. മോസ്റ്റ് dismissals by the wicketkeeper in 2020 പറയുന്നത് 300 MS ധോണി, 274 ദിനേശ് കാർത്തിക്, അതുപോലെ 274 കമ്രാൻ അക്മൽ. Mirabai Channu becomes the only Indian weightlifter to qualify for Paris Olympics. ഇപ്പൊ ടോക്കിയോ ഒളിമ്പിക്സ് സിൽവർ മെഡലിസ്റ്റ് ആയിട്ട് മീരാബായ് ചന്നു ഗ്രൂപ്പ് ബി ഓഫ് വുമൻസ് 49 kg വേൾഡ് കപ്പ് കിട്ടിയിരിക്കുകയാണ്. ഫുക്കറ്റ് തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടന്നത്. പങ്കജ് അദ്വാനി ക്ലെയിം CCI ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ. ഇന്ത്യയുടെ മോസ്റ്റ് സക്സസ്ഫുൾ സ്പോർട്സ് പേഴ്സൺ ആണ് ഇൻ ബില്ലിയാർഡ്സ് റിട്ടേൺ ഹിസ് CCI ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ ബൈ ബീറ്റിംഗ് ഇംഗ്ലീഷ്മാൻ ഡേവിഡ് ക്രോസിയർ ഇൻ മുംബൈ. ഇതെന്ന് പറയുന്നത് അദ്വാനി സ്പോർട്സ് സക്സസീവ് ട്രിംഫ് ആണ് ഈ ഒരു വരിയുള്ളത്. സുമിത് നാഗൽ അറ്റെയിൻസ് കരിയർ ഹൈ ATP റാങ്കിംഗ് ഓഫ് 95. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള സുമിത് നഗാലിന് കരിയർ ഹൈ റാങ്കിംഗ് ആയിട്ടുള്ള 95 ATP സിംഗിൾസ് ചാർട്ടിൽ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം റീസെന്റ് ചെന്നൈ ഓപ്പണും ATP ചലഞ്ചർ സീരീസ് ഇവന്റും വോൺ ചെയ്തിരുന്നു. അതുപോലെ നഗൽ made headlines in January after he made it to the main draw of Australian Open. അദ്ദേഹം അതുപോലെ തന്നെ സീഡഡ് പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നത്, അതായത് അലക്സാണ്ടർ ബുബ്ലിക് ഓഫ് കസക്കിസ്ഥാനെ ബീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യനും കൂടെ ആയിട്ട് മാറിയിരുന്നു. Port has achieved highest ever coastal shipping traffic in financial year 2023-24. Paradip Port Authority റീസെന്റ് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് അച്ചീവ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാർഗോ മൂവ്മെന്റ് ആണ് ഈ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ പാരാദീപ് പോർട്ടിൽ നടന്നത്. ആദ്യമായിട്ടാണ് ഈ 56 ഇയർ ഓഫ് ഹിസ്റ്ററി ഓപ്പറേഷൻ ഉണ്ട് ഈ പാരാദീപ് പോർട്ടിന്. അതിന് ആദ്യമായിട്ടാണ് പാരാദീപ് പോർട്ട് സർപ്രൈസ് ദീൻ ദയാൽ പോർട്ട് കണ്ട്ല ഹയസ്റ്റ് കാർഗോ ഹാൻഡ്ലിംഗ് മേജർ പോർട്ടായിട്ട് മാറിയിരിക്കുന്നത്. പാരാദീപ് പോർട്ട് എന്ന് പറയുന്നത് 7.4% ഗ്രോത്ത് ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. During the financial year of port has achieved highest ever coastal shipping traffic. 59.19 million metric tons ആണ് ഇതിലൂടെ ഷിപ്പ് ചെയ്യപ്പെട്ടത്. 1.30 over the previous year. Okay. REC wins Scotch ESG Awards 2024 in renewable energy financing category. REC എന്ന് പറയുന്നത് ഫോർമലി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലാണ് വരുന്നത്. ഇത് RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ആണ്. ഇത് സ്കോച്ച് ESG അവാർഡ് 2024 വിൻ ചെയ്തിരിക്കുകയാണ് റിന്യൂവബിൾ എനർജി ഫിനാൻസിംഗ് കാറ്റഗറിയിൽ. സ്കോച്ച് ESG അവാർഡ്സ് എന്ന് പറയുന്നത്
എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് പ്രാക്ടീസസിൽ വളരെയധികം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഓർഗനൈസേഷനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അവാർഡാണ്. ഈ അവാർഡ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഫിനാൻസിങ്, അതുപോലെ ഗ്രീനർ ഫീച്ചർ, റിന്യൂവബിൾ എനർജിയുടെ ട്രാൻസിഷൻ, ഇതിലേക്കെല്ലാം വേണ്ടി REC കൊടുത്ത ഡെഡിക്കേഷൻ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. വിനീത് ജെയിൻ honored with the ENPA Lifetime Achievement Award 2023. അപ്പൊ വിനീത് ജെയിൻ മാനേജിംഗ് ഡയറക്ടർ ആണ് ദ ടൈംസ് ഗ്രൂപ്പിന്റെ. അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2023 കിട്ടിയിരിക്കുകയാണ്. എക്സ്ചേഞ്ച് ഫോർ മീഡിയ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ്, അതാണ് ENPA എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇൻമെഷറബിൾ കോൺട്രിബ്യൂഷൻ, അത് ഇന്ത്യൻ ടെലിവിഷൻ ന്യൂസ് ലാൻഡ്സ്കേപ്പിലേക്ക് വേണ്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തത്. ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അപ്പൊ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ കിട്ടിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്ക്. ജുദിത് സുമിൻവ തുലുക്ക എന്നാണ് ആ ഒരു പ്രൈം മിനിസ്റ്ററുടെ പേര്. ബൈ PR Ahmedabad finds ozone on Jupiter's moon Callisto. ഇപ്പൊ സയന്റിസ്റ്റ് രാമചന്ദ്രൻ ലീഡ് ചെയ്ത ഒരു സയന്റിസ്റ്റ്, അതായത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലെ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുറച്ച് കോ വർക്കേഴ്സും കൂടി അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് എവിഡൻസ് കിട്ടിയിരിക്കുകയാണ് പ്രസൻസ് ഓഫ് ഓസോൺ ഓൺ ജൂപ്പിറ്റേഴ്സ് മൂൺ കാലിസ്റ്റോ. ജൂപ്പിറ്ററിന് 95 മൂൺസ് ആണുള്ളത്. ദ പ്ലാനറ്റ് ജൂപ്പിറ്റേഴ്സ് 4th ലാർജസ്റ്റ് മൂൺ ആണ് ഗലീലിയൻ സാറ്റലൈറ്റ്. ഇറ്റാലിയൻ ആസ്ട്രോണമർ ഗലീലിയുടെ പേര് കൊടുത്തിട്ട് നമ്മൾ വിളിക്കുന്നത്. അത് ഒബ്സർവ് ചെയ്തത് 1610 ഈ ലാർജ് മൂൺസ് എന്ന് പറയുന്നത് ലോ യൂറോപ്പ, ഗനീമെഡി, കാലിസ്റ്റോ എന്നുള്ളതൊക്കെയാണ്. കാലിസ്റ്റോ എന്ന് പറയുന്നത് 3rd ലാർജസ്റ്റ് മൂൺ ആണ് സോളാർ സിസ്റ്റത്തിൽ തന്നെ, ആഫ്റ്റർ ഗനീമെഡ ആൻഡ് ടൈറ്റൻ. 4th April ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ ആണ്. അപ്പൊ ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് ലൈഫ് ബിൽഡിംഗ് പീസ് എന്നുള്ളതാണ്. ഈ ഡേ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എക്സ്പ്ലോസീവ് ഹസാർഡ്സിനെ സർവൈവ് ചെയ്ത ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ, അതുപോലെ കോൺഫ്ലിക്ട് സോൺസിലൊക്കെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വേൾഡ്സ് ഓൾഡസ്റ്റ് മാൻ സർട്ടിഫൈഡ് ഇൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പാസസ് ഇറ്റ്. ഇപ്പോ വെനിസ്വേലിയൻ ജുവാൻ വിൻസെന്റ് പെറിസി മോറ, അദ്ദേഹമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൽ വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാൻ. 2022 അദ്ദേഹത്തിന് ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ 114ാമത്തെ ഏജിൽ മരണമടഞ്ഞിരിക്കുകയാണ്. പെറേസ് ഒഫീഷ്യലി ഓൾഡസ്റ്റ് മാൻ അലൈവ് ആയിട്ട് കൺസിഡർ ചെയ്തത് February 4th 2022 അദ്ദേഹം ആ സമയത്ത് 112 വയസ്സുണ്ടായിരുന്നു. 253 ഡേയ്സും ഓൾഡായിരുന്നു. 112 വർഷം 253 ഡേയ്സ് ഓൾഡായിരുന്നു അക്കോർഡിംഗ് ടു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. സഞ്ജയ് നായർ appointed as new ASSOCHAM president. He was replaced Ajay Singh, co-founder of low-cost airlines SpiceJet. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അതാണ് ASSOCHAM എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് എഫക്ട് ചേംബർ ആണ്. അത് ഗവൺമെന്റിന്റെ തന്നെ കീഴിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. റെപ്രസെന്റിംഗ് ഇറ്റ്സ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. മഹാരാഷ്ട്ര ടീംസ് വിൻ ഇൻ 56th നാഷണൽ കോക്കോ. അപ്പൊ നാഷണൽ കോക്കോ നടന്നപ്പോൾ മഹാരാഷ്ട്രയാണ് വിൻ ചെയ്തത്. നടന്നത് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. വേദാന്ത് ഭാൽകോ, ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി സർട്ടിഫൈഡ് വിത്ത് ASI പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഛത്തീസ്ഗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ്, വേദാന്ത അലുമിനിയത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു അച്ചീവ് അലുമിനിയം സ്റ്റിവാർഡ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് V3 സർട്ടിഫിക്കേഷൻ. ഇപ്പോ മാനുഫാക്ചറിങ്, അതുപോലെ പ്രൈമറി അലുമിനിയം പ്രൊഡക്ട്സിന്റെ വൈഡ് റേഞ്ച് സപ്ലൈ ഒക്കെയാണ് ഇവിടെ ഛത്തീസ്ഗഡിൽ അവർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. But certification recognizes Balco's adherence to across 3 sustainability pillars, അതായത് environment, social and governance. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മൻമോഹൻ സിംഗ് ends 33-year-long innings in the രാജ്യസഭ. നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ 33 വർഷം നീണ്ടു നിൽക്കുന്ന പാർലമെന്ററി ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആയിരിക്കുകയാണ് April 3rd. He became a member of Rajya Sabha for the first time in 1991 ഒക്ടോബറിൽ. അപ്പൊ അദ്ദേഹം പിന്നീട് 5 more times റീഇലക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു നരസിംഹറാവു ഗവൺമെന്റിൽ 1991 മുതൽ 1996 വരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് then hailed for putting India on the road to liberation in the early 1990s. അദ്ദേഹം പിന്നീട് 2004 മുതൽ 2014 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും ആയിരുന്നു. നെക്സ്റ്റ്, ECI introduces myth versus reality register.
to combat the spread of misinformation and uphold the integrity of electoral process. ഇത് ഇലക്ട്രൽ പ്രോസസ് ഇന്റഗ്രിറ്റി അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓൺഗോയിങ് ജനറൽ ഇലക്ഷൻ 2024ന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് നോട്ട് ഇംപ്ലിമെന്റഡ്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് April 1 മുതൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വെഹിക്കിളിന് ഒരു ഫാസ്ടാഗേ പറ്റുള്ളൂ എന്ന്, മൾട്ടിപ്പിൾ വെഹിക്കിൾസിന് ഒരു ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇതുവഴി നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പോസിബിൾ ആകും. മാർച്ച് എൻഡോട് കൂടി തന്നെ പഴയ നോംസ് എല്ലാം നിർത്തി വെച്ചിട്ട് പുതിയൊരു നോമിലേക്ക് വന്നിരിക്കുകയാണ്. പേടിഎം ഫാസ്ടാഗ് യൂസേഴ്സിന് ഇത് കുറച്ചും കൂടെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം പേടിഎമ്മുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ന്യൂസിൽ വരുന്നുണ്ടായിരുന്നു. RBI-യുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പർട്ടിക്കുലർലി അത് പേടിഎം ഫാസ്ടാഗ് യൂസേഴ്സ് ഹു എൻകൗണ്ടർഡ് ദി ഇഷ്യൂസ്. ഓക്കെ, അതിന്റെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മാർച്ച് ലാസ്റ്റ് ആയിരുന്നു. April 1 മുതൽ വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. Kodaikanal Solar Observatory celebrate 125 years of studying the sun. അപ്പോൾ 1st April 2024 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരിലാണ് ഇതിന്റെ ഒരു 125 വർഷം സെലിബ്രേറ്റ് ചെയ്തത്. കൊടൈക്കനാലിലെ സോളാർ ഒബ്സർവേറ്ററിയുടെ അത് 1st April 1899 ബ്രിട്ടീഷുകാരാണ് അത് സ്ഥാപിച്ചത്. KSA എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററി ആണ്. 1.2 lakh ഡിജിറ്റൈസ്ഡ് സോളാർ ഇമേജസും thousands of sun recorded everyday ഇമേജസും ഒക്കെ അതിനകത്തുണ്ട്. സ്റ്റാർട്ട് ഫ്രം 20th century. 1909 എവർഷെഡ് എഫക്ട് ഡിസ്കവർ ചെയ്തത് KSA ആണ്. അതായത് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണ്. ഇതൊരു റേഡിയൽ മോഷൻ ഓഫ് ഗ്യാസസ്, സൺസ്പോട്ടിൽ ഉണ്ടാകുന്ന റേഡിയൽ മോഷൻ ഓഫ് ഗ്യാസസ് ആണ്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എവർഷെഡ് എഫക്ട് എന്ന് പറയുന്നത്. Forbes richest list 2024. Mukesh Ambani tops in India and Gautam Adani at 2. For Forbes 2024 ലിസ്റ്റ് ഓഫ് വേൾഡ് ബില്യണയേഴ്സ് വന്നപ്പോൾ 2781 പീപ്പിൾസ് വേൾഡ് വൈഡ് ആയിട്ട് ആ ലിസ്റ്റിലുണ്ട്. അതിൽ 200 ഇന്ത്യൻസ് ആണ് ഒരു അപ് ഫ്രം 169 ലാസ്റ്റ് ഇയർ വന്നിരുന്നത്. അപ്പം കമ്പൈൻഡ് വെൽത്ത് ഓഫ് ദീസ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് $954 ബില്യൺ ആണ്. അപ് ടു 41% ഫ്രം ലാസ്റ്റ് ഇയർ. അതായത് ലാസ്റ്റ് ഇയറിൽ $675 ബില്യൺ ആയിരുന്നു. മുകേഷ് അംബാനിയാണ് അതിൽ ടോപ്പിലെത്തിയത്. ഹിസ് പൊസിഷൻ ആസ് ദി 9th richest person in the world. വേൾഡിലെ 9th richest person, ഇന്ത്യയിലെ 1st richest person, പിന്നെ ഏഷ്യയിലെ richest person ആയിരുന്നു. ഇന്ത്യയിലും ഏഷ്യയിലും മോസ്റ്റ് richest person ആൻഡ് വേൾഡിലെ 9th richest person. ഗൗതം അദാനി എന്ന് പറയുന്നത് 2nd richest in India ആൻഡ് ഓവറോൾ ഇൻ ദ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ നമ്പർ 17 ആണ്. ബെർണാഡ് അർണോൾട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് നമ്പർ 1. Elon Musk then followed by Elon Musk, then Jeff Bezos. US ആണ് മോസ്റ്റ് ബില്യണേഴ്സ് ഉള്ളത്. 813 ബില്യണേഴ്സും യുഎസിൽ നിന്നാണ്. അപ്പോൾ ഹു ഈസ് ദ വെൽത്തിയസ്റ്റ് വുമൺ ഓൺ ദി ലിസ്റ്റ്? ലിസ്റ്റിലുള്ള ഏറ്റവും വെൽത്തിയസ്റ്റ് വുമൺ ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാങ്കോയിസ് ബെറ്റൻകോർട്ട് മേയേഴ്സ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. അദ്ദേഹം ലോറിയലിന്റെ ഫൗണ്ടർ ആണ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ് വെൽത്തിയസ്റ്റ് വുമൺ എന്നുള്ള ലിസ്റ്റിലെ ഫസ്റ്റ് ടോപ്പ് എത്തിയിരിക്കുന്നത്. വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ MRI സ്കാൻസ് ഫസ്റ്റ് ഇമേജസ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. എസോൾട്ട് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീൻ ആണ്. അത് വെച്ച് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഇമേജ് എടുത്തിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്കാനർ ക്രിയേറ്റ് ചെയ്യും. 11.7 ടെസ്ലാസ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എയിംഡ് ആഫ്റ്റർ ഇൻവെന്റർ നിക്കോള ടെസ്ല. നിക്കോള ടെസ്ലയാണ് അത് ഇൻവെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് ടെസ്ല പറഞ്ഞിട്ടാണ് അത് അതിന്റെ യൂണിറ്റ് പറയുന്നത്. It can scan images with 10 times more precision than the common MRIs. Common MRIസിനേക്കാളും 10 times കൂടുതൽ പ്രിസൈസ് ആയിട്ട് ഇമേജസ് സ്കാൻ ചെയ്യാൻ ഇതിന് സാധിക്കും. അപ്പോൾ പവർ ഡസ് നോട്ട് നോർമലി എക്സിസ്റ്റ് 3 ടെസ്ല. അപ്പോൾ MRIയുടെ 3 ടെസ്ലയ്ക്ക് വരെ വരുള്ളൂ. അതിന്റെ 10 ടൈംസോളം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെഷീൻ എന്ന് പറയുന്നത് 2 ഡിക്കേഡ് ഓഫ് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ എഞ്ചിനീയേഴ്സ് ആണിന്റെ പാർട്ട്ണർഷിപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. NASA to create lunar time standard. For White House നാസയുടെ ഡയറക്ട് ചെയ്തിരിക്കുകയാണ് ഒരു കോർഡിനേറ്റഡ് ലൂണാർ ടൈം അല്ലെങ്കിൽ ലൂണാർ സ്റ്റാൻഡേർഡ് ടൈം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂണിന് വേണ്ടിയിട്ട് 2026 എൻഡ് ആകുമ്പോഴത്തേക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ്സ് അതുപോലെ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ
ഇൻക്രീസിംഗിന്റെ സ്പേസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസി 2023 അനൗൺസ് ചെയ്തിരുന്നു സിമിലർ പ്ലാൻസ്, അതായത് ഈ ടൈം സോണിനുള്ള സിമിലർ പ്ലാൻസ് അനൗൺസ് ചെയ്തിരുന്നു. വേൾഡ് ബാങ്ക് projects Indian economy to grow at 7.5% in 2024. ഓവറോൾ ഗ്രോത്ത് സൗത്ത് ഏഷ്യയിലെ എക്സ്പെക്ട് ചെയ്തിരുന്നത് 6% ആണ് 2024 ആകുമ്പോഴത്തേക്കും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇന്ത്യയില് ഗ്രോത്ത് വരുന്നുണ്ട്, അതുപോലെ ശ്രീലങ്കയും പാകിസ്ഥാനും റിക്കവറീസ് നടക്കുന്നുണ്ട്. സൗത്ത് ഏഷ്യയില് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീജിയൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് 2 ഇയേഴ്സില് 2015 ആകുമ്പോഴത്തേക്കും പ്രൊജക്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് 6.1% ആയിരിക്കും. Artificial sun from South Korea breaks world record with temperature 100 million degrees Celsius. സൗത്ത് കൊറിയയിൽ ഒരു ആർട്ടിഫിഷ്യൽ സൺ ഉണ്ട്, അതിനെ കൊറിയ സൂപ്പർ കണ്ടക്ടിംഗ് ടൊക്കമാക് അഡ്വാൻസ്ഡ് റിസർച്ച് എന്നാണ് അത് അറിയപ്പെടുന്നത്. വേൾഡ് റെക്കോർഡ്, ന്യൂക്ലിയർ ഫിഷന്റെ വേൾഡ് റെക്കോർഡ് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ സൺ സക്സസ്ഫുള്ളി സസ്റ്റെയിൻഡ് ഇറ്റ്സ് പ്ലാസ്മ അയോൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 million degrees Celsius 48 seconds ടൈമിലേക്ക്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 times സണ്ണിന്റെ കോറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആണ്, അതായത് അത് 15 million degree Celsius ആണ്. സിംബാബ്വെ പ്രസിഡന്റ് നഗാംക ഡിക്ലെയർസ് നാഷണൽ ഡിസാസ്റ്റർ ഓവർ ഡ്രോട്ട്. അപ്പൊ സിംബാബ്വേയിലെ എൽനിനോ കാരണം ഡ്രോട്ട് വന്നിരിക്കുകയാണ്. 80% ഓഫ് കൺട്രിയിലും നോർമൽ റെയിൻഫോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ സിംബാബ്വേയിലും നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡ്രോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ, മെയിൻ ആയിട്ട് റൈസ് ക്രോപ്പ് ഒക്കെ ആയിരുന്നു വളർന്ന് റെയിൻഫോൾ ഉള്ള സമയത്ത് വളരുക. ഇവിടെ ഭയങ്കരമായിട്ട് റെയിൻഫോൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഫുഡ് ക്രോപ്സ് ഒന്നും വളരുന്നില്ല, ഹങ്കർ ആണ്. ഫുഡ് പ്രൈസസ് ഒക്കെ കൂടുതലായിട്ട് കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി പേര് അവിടെ ഹങ്കർ ഫേസ് ചെയ്യുന്നുണ്ട്. നൈബറിംഗ് സാംപിയ, മലാവി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഡ്രോട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെയിൻ കിട്ടാത്തതിന് കാരണം എൽനിനോ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വെതർ പാറ്റേൺ ആണ്. അത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെയും അതുപോലെ സിംബാബ്വെ മെയിൻ ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവറിലാണ് റിലേ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. 5th April നാഷണൽ മാരിടൈം ഡേ. അപ്പൊ 61st നാഷണൽ മാരിടൈം ഡേ 5th April ആണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ വെസൽ ആയിട്ടുള്ള SS ലോയൽറ്റി, അത് MS ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ ഏജൻസിയുടെ ആയിരുന്നു. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു വോയേജ് നടത്തി. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് നാഷണൽ മാരിടൈം ഡേ വരുന്നത്. It recognizes the service of seafarers, അതായത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, പേഴ്സൺസ്, ഇവരെ എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട അവാർഡ്സ്, സ്കോളർഷിപ്സ്, ഫെസിലിറ്റേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ മാരിടൈം വീക്ക് ഇതുമായി സിനോണിമസ് ആയിട്ട് വരുന്നതാണ്. മെർച്ചന്റ് നേവി വീക്ക് സിനോണിമസ് ആയിട്ട് വരുന്നുണ്ട് നാഷണൽ മാരിടൈം വീക്കിന്റെ. ഇത് 13th March 2024 മുതൽ 5th March 2024 വരെയാണ്. തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ്. ആർമി മെഡിക്കൽ കോർപ്സ് സെലിബ്രേറ്റ്സ് 260th റൈസിംഗ് ഡേ. ഓൺ 3rd April 2024 ഈ ഒരു 260th റേസിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അത് റേസ് ചെയ്തത് 1764 അപ്പൊ കോപ്സ് മോട്ടോ എന്ന് പറയുന്നത് സർവേ സാംപു നിർമ്മയ എന്നുള്ളതാണ്. അതായത് ലെറ്റ് ഓൾ ബി ഫ്രീ ഫ്രം ഡിസീസസ് എന്നുള്ളതാണ്. അപ്പൊ ആർമി മെഡിക്കൽ കോപ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് കോപ്സ് ആണ് ഇന്ത്യൻ ആർമിയിലെ. പ്രൈമറി മെഡിക്കൽ സർവീസ് ഓൾ ആർമി പേഴ്സൺസിലും വെറ്ററൻസിനും അവരുടെ ഫാമിലീസിനൊക്കെ മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. മുർമു ലോഞ്ചസ് ഇന്ത്യ ഫസ്റ്റ് ജീൻ തെറാപ്പി ഫോർ ക്യാൻസർ അറ്റ് IIT ബോംബെ. ഇപ്പൊ പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺട്രിയിലെ ആദ്യത്തെ ഹോം ഗ്രോൺ ആന്റി ക്യാൻസർ CAR-T സെൽ തെറാപ്പി നെക്സ്റ്റ് CAR-19 എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് CAR-19 CAR-T തെറാപ്പി എന്ന് പറയുന്നത് IIT ബോംബെ ആണ് ഡെവലപ്പ് ചെയ്തത്. ഇമ്മ്യൂണോ ആക്ടിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തിട്ടാണ് ഇവരത് ഡെവലപ്പ് ചെയ്തത് വിത്ത് ഡോക്ടേഴ്സ് ഓഫ് ടാറ്റ മെമ്മോറിയൽ സെന്റർ മുംബൈ. IIT ബോംബെയിലാണ് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും. ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്തത് TMHലെ ടീമാണ്. വേൾഡിലെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള CAR-T സെൽ തെറാപ്പിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ പ്ലാറ്റ്ഫോം CCAMP ബാംഗ്ലൂരിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അതാണ് ഒപ്റ്റി ഡ്രോപ്പ് എന്ന് പറയുന്നത്. സിംഗിൾ സെൽസിനെ സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഒബ്സർവേറ്ററിയാണ് ഇത്. നോവൽ മൈക്രോഫ്ലൂയിഡിക് ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതിൽ വരുന്നത്. ഇപ്പൊ ബയോളജിക്കൽ സാമ്പിൾസിന്റെ ഒപ്റ്റിക്കൽ സെൻസിങ് ചെയ്യും വിത്തൗട്ട് എക്സ്പെൻസീവ് ഓപ്പൺ സ്പേസ്. ഓപ്പൺ സ്പേസ് ഇല്ലാത്ത എക്സ്പെൻസീവ് ഓപ്പൺ സ്പേസ് ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ സെൽസിനെ സ്റ്റഡി ചെയ്യാനുള്ള കോസ്റ്റ് ഇതുവഴി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒപ്റ്റി ഡ്രോപ്പ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അപ്ലിക്കേഷൻസ് ഉള്ളത് ഡയഗ്നോസ്റ്റിക്സിൽ, തെറാപ്യൂട്ടിക്സിൽ, അഗ്രികൾച്ചറിലും ആനിമൽ ഹെൽത്തിലും ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഡ്രോപ്സ് ഇൻ ആയുഷ്മാൻ ഖുറാന ടു അർഷ് യൂത്ത് ടു വോട്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോപ്പുലർ ആക്ടർ ആയിട്ട് ആയുഷ്മാൻ ഖുറാനയെ
യൂത്തിനെ വോട്ട് ചെയ്യാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്കമിങ് ലോക്സഭ ഇലക്ഷൻസിലേക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി എൻകറേജ് ചെയ്യാൻ ഈ ഒരു ആക്ടറെ അതിന്റെ പരസ്യത്തിലേക്കൊക്കെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ആക്ടർ ESIയുടെ ക്യാമ്പയിൻ വീഡിയോസിലൊക്കെ യങ്സ്റ്റേഴ്സിനോട് അപ്കമിങ് ഇലക്ഷനിൽ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പരസ്യത്തിലൊക്കെ ഇദ്ദേഹം വരുന്നുണ്ട്. Agni Prime missile has been successfully flight tested in Odisha. അപ്പോൾ Strategic Forces Command along with the Defense Research and Development Organization DRDOയും കൂടെ ചേർന്നിട്ട് ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷ കോസ്റ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്തു. അഗ്നി പ്രൈം എന്ന് പറയുന്നത് ഓൾ ട്രയൽ ഒബ്ജക്റ്റീവ്സ് വാലിഡേറ്റിംഗ് ഇറ്റ്സ് റിലയബിൾ പെർഫോമൻസ്. ഓക്കെ, കച്ച്ദേവ് ഐലൻഡ് ഇഷ്യൂ ഗെയിൻ പ്രോമിനൻസ്. അപ്പൊ ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു ബാരൻ ഐലൻഡുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് അത് കച്ച്ദേവ് ഐലൻഡ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ടെറിട്ടറിയിലേക്ക് നിൽക്കുന്ന ഭാഗത്താണ്. ഇന്ത്യ ശ്രീലങ്കയുടെ ടെറിട്ടറി ആയിട്ട് 1974 ആ കച്ച്ദ്വീപിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. PM മോദി നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കറും ബ്ലെയിം ചെയ്തു, കോൺഗ്രസിനെ ബ്ലെയിം ചെയ്തു. ദ്രാവിഡ മുന്നേറ്റ കഴകം ഫോർ ഈ ഐലൻഡ് അവർക്ക് വിട്ടുകൊടുത്തത്. ഓക്കെ, അപ്പൊ കച്ച്ദ്വീപ് എന്ന് പറയുന്നത് പാക് സ്ട്രേറ്റിലാണ് ഉള്ളത്. അത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്, ഒരു കണക്ഷൻ ആണ് ഈ പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് കച്ച്ദ്വീപ് ഉള്ളത്. അപ്പൊ ഈ ഏരിയ ഭയങ്കര ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിഷർ ഫോക്ക് ഒക്കെ ഉള്ളതാണ് രണ്ട് നേഷൻസിന്റെ. 14 നോട്ടിക്കൽ മൈൽസിലാണ് രാമേശ്വരം കാണപ്പെടുന്നത്. അപ്പോ discussions on restricting overfishing started between the governments of British India and British Ceylon in 1921. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലും ബ്രിട്ടീഷ് സൈലോണിലും ഈ ഓവർ ഫിഷിംഗ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ 1921 നടന്നിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഐലൻഡിനെ പൊസസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രാജ ഓഫ് രാംനാഥപുരത്തെ രാജയിൽ നിന്ന് സമീന്ദാരി സിസ്റ്റം വഴി ആർഗ്യൂ ചെയ്ത് വന്നിരുന്നു ആ സമയത്ത്. ആൻഡ് സൈലോൺ responded that it was owned by the ഡയോസിസ് ഓഫ് ജഫ്ന. ആ സമയത്ത് അവരുടെ കീഴിലായിരുന്നു സൈലോൺ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 1974 പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി അതുപോലെ സിറിമ RD ഭദ്രനായികെ ഓഫ് ശ്രീലങ്ക എഗ്രി ചെയ്തു ഈ കച്ച്ദ്വീപ് ഐലൻഡ് ശ്രീലങ്കൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. സപ്ലിമെന്ററി പാക്ട് മാർച്ച് 1976 ക്ലിയർ ചെയ്തു ഫിഷിംഗ് വെസൽസും ഫിഷർമാൻസും ഈ രണ്ട് കൺട്രിയുടെ ഈ ഒരു ഭാഗത്ത് ഫിഷിംഗ് എൻഗേജ് ചെയ്യില്ല. ഷട്ട് ഔട്ട് എൻഗേജ് ഇൻ ഫിഷിംഗ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ വാട്ടേഴ്സ് ആൻഡ് ടെറിട്ടോറിയൽ സീ ആൻഡ് എക്സ്ക്ലൂസീവ് സോൺ ഓർ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നുള്ളത് പറഞ്ഞു. വിത്തൗട്ട് അതായത് ശ്രീലങ്കൻ ഗവൺമെന്റിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ എടുക്കാതെ അവിടെ ഫിഷിംഗ് ചെയ്യരുത് എന്നുള്ളൊരു ഇതിലേക്ക് അവരെത്തി. പക്ഷേ പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം കച്ച്ദ്വീപ് ഇഷ്യൂ വീണ്ടും റിവൈവ് ചെയ്തു. 1991 ഓഗസ്റ്റില് ചീഫ് മിനിസ്റ്റർ ജയലളിത, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആണ്, അവര് ആ ഒരു ദ്വീപ് തിരിച്ചു വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. Arjun Erigesi replaces Vishwanathan Anand to become India's #1 latest fight rankings. ഇന്ത്യയിലെ ന്യൂ #1 ലേറ്റസ്റ്റ് ചെസ് റാങ്കിങ്ങിൽ അർജുൻ എറിഗേസി ടോപ്പ് റാങ്ക്ഡ് ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. 5 റാങ്കിങ്ങിൽ എറിഗേസി വേൾഡിൽ 9th റാങ്ക് ആണുള്ളത്. Following him is 5-time world champion Vishwanathan Anand, who is the second ranked Indian on the 5 list. ഇപ്പൊ ഈ അർജുന് ശേഷമാണ് വിശ്വനാഥ് ആനന്ദ് സെക്കൻഡ് റാങ്കിലാണ് 5 ലിസ്റ്റിൽ വരുന്നത്. EVI, the world's first conversational AI with emotional intelligence. Hume, ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ലാബ് ആൻഡ് ടെക്നോളജി കമ്പനിയാണ്. അവർ എംപത്തറ്റിക് വോയിസ് ഇന്റർഫേസ് EVI, അതായത് ഒരു കോൺവെർസേഷണൽ AI വിത്ത് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഒരു API ആണ്, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. ഇത് പവർ ചെയ്യുന്നത് പ്രൊപ്പറിറ്റി എംപത്തറ്റിക് ലാർജ് ലാംഗ്വേജ് മോഡൽ വഴിയാണ്. പറയുന്നത് റിപ്പോർട്ടഡ്ലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് എമുലേറ്റ് ടൺസ് ഓഫ് വോയിസസ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് വോയിസസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും എമുലേറ്റ് ചെയ്യും. അത് ഹ്യൂമൻ AI കോൺവെർസേഷൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ്. കാർബൺ നേച്ചർ റിപ്പോർട്ട് ബൈ ഇൻഫ്ലുവൻസ് മാപ്പ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് തിങ്ക് ടാങ്ക് ഇൻഫ്ലുവൻസ് മാപ്പ് ആണ്. 2016 to 2020 വരെ 80% ഓഫ് വേൾഡിലെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് 57 ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണെന്നാണ് ട്രേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൂടുതലായിട്ട് സിമെന്റ് പ്രൊഡ്യൂസിംഗ് കമ്പനീസിൽ നിന്നാണ് ഇത് വരുന്നത്. കാർബൺ നേച്ചർ റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡിലെ ടോപ്പ് 3 കാർബൺ ഡയോക്സൈഡ് എമിറ്റിംഗ് കമ്പനീസിനെ കണ്ടെത്തി.
ഈ ഒരു പീരീഡിൽ സൗദി അറേബ്യൻ സ്റ്റേറ്റ് ഓൺ ചെയ്തിരിക്കുന്ന ഓയിൽ ഫേം ആയിട്ടുള്ള സൗദി അറബിക്കോ, റഷ്യൻ സ്റ്റേറ്റ് ഓൺ ചെയ്തിരിക്കുന്ന എനർജി ഗെയിൻ ഗാസ്പ്രോം, അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺ ചെയ്തിരിക്കുന്ന കോൾ ഇന്ത്യ, ഇവരാണ് കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് The report found most companies had expanded their fossil fuel production since 2015. 2015 ശേഷം മിക്ക കൺട്രീസും മിക്ക കമ്പനീസും അവരുടെ ഫോസിൽ ഫ്യൂൽ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. നിയർലി എല്ലാ കൺട്രീസിലേക്കും UN പാരീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് നിർത്തൽ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് എങ്ങനെ നിർത്താം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പാരീസ് എഗ്രിമെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഫോസിൽ ഫ്യൂലിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ടാണ് കാണുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഗ്ലോബൽ എനർജി റിലേറ്റഡ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് ഹൈയിലേക്കാണ് പോയത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു റെക്കോർഡ് പ്രകാരം. മാസീവ് എർത്ത് ഓഫ് 7.2 മാഗ്നിറ്റ്യൂഡ് ഹിറ്റ് തായ്വാൻ. അപ്പൊ തായ്വാനിലെ എർത്ത് സംഭവിച്ചിരിക്കുകയാണ്. തായ്വാൻ നമുക്കറിയാം പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് കിടക്കുന്നത്. 90% ഓഫ് വേൾഡിലെ എർത്ത് ക്വേക്സും ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് നടക്കുന്നത്. ഈ ഐലൻഡിനെ സറൗണ്ട് ചെയ്തിട്ട് വാട്ടർ ആണ് കാണുന്നത്. 2000 എർത്ത് ക്വേക്സ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് 4, അതുപോലെ അതിനും കൂടുതൽ ആയിട്ട് വരുന്ന മാഗ്നിറ്റ്യൂഡ് ഉള്ളതും ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 100 എർത്ത് ക്വേക്സ് 5.5 മാഗ്നിറ്റ്യൂഡ് മുകളിലുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. DRDO starts work to set up test center in Bengal for Defense Research and Development Organization. ഒരു സ്മോൾ ടെസ്റ്റ് സെന്റർ, കൺട്രിയിലെ വെപ്പൺ സിസ്റ്റത്തിന്റെ ടെസ്റ്റ് സെന്റർ ജുൻപുട്ട് വില്ലേജ് വെസ്റ്റ് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജുൻപുട്ടീസ് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഒഡീഷയുടെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് പോലെ തന്നെ. ഇതൊരു അഡീഷണൽ ഓപ്പറേഷണൽ ഏരിയ ആണ്. എക്സിസ്റ്റിംഗ് ITRന് വേണ്ടി റിക്വയർ ചെയ്യുന്ന ഓക്കെ കോട്ടെ ഗിട്ട ലഖാന യാചന ഇനീഷ്യേറ്റീവ്. കോട്ടെ ഗിട്ട ലഖാന യാചന ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് 1 crore പീപ്പിളിനെ അക്രോസ് ഗ്ലോബിൽ നിന്ന് എക്സ്പെക്ടഡ് ടു റൈറ്റ് ദ എൻറ്റയർ ഭഗവത്ഗീത ബൈ ഹാൻഡ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദെയർ ചോയ്സ്. അവരുടെ ചോയ്സിൽ, അതായത് വേൾഡിലെ 1 കോടി ജനങ്ങളെ തിരഞ്ഞെടുത്ത് ആ ജനങ്ങളോട് എൻറ്റയർ ഭഗവത്ഗീത അവരുടേതായിട്ടുള്ള ചോയ്സിലുള്ള ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്ന, നെക്സ്റ്റ് 2 വർഷത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറയുന്ന ഒരു ലോർഡ് ശ്രീകൃഷ്ണ ഉടുപ്പി അത് ആ ഒരു സീറ്റിലേക്ക് സമർപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. ശ്രീ സുഗുനേന്ദ്ര തീർത്ഥ സ്വാമിജി ഓഫ് ശ്രീ പുഥികെ മാധ ആണ് ഇത് ഉടുപ്പി മാധ ഇനീഷ്യേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി കോംപ്ലിമെന്റഡ് ദി കോത്തി ഗീത ലഖന യാചന. ഫിലിപ്പീൻസ് ടു ഹോൾഡ് ജോയിന്റ് നേവൽ ഡ്രിൽസ് വിത്ത് US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ചൈനയുടെ എക്സ്പാൻഡിങ് ഇൻഫ്ലുവൻസ് ഏഷ്യൻ പസഫിക് റീജിയനിൽ കൂടി വരികയാണ്. അപ്പൊ അതിന് ഒരു എതിരെ എന്നുള്ള രീതിയിലാണ് ഈ ഫിലിപ്പീൻസും US-ഉം ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നിട്ട് ഒരു എക്സസൈസ് നടത്തുന്നത്. April 7th ഡിസ്പ്യൂട്ടഡ് സൗത്ത് ചൈന സീയിൽ ഇത് നടക്കുന്നത്. വിച്ച് ബെയ്ജിംഗ് ക്ലെയിംസ് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ. ബെയ്ജിംഗ് അവരുടെ മൊത്തത്തിൽ അവരുടെയാണെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു എക്സസൈസ് നടക്കാൻ പോകുന്നത്. അപ്പൊ ചൈന എന്ന് പറയുന്നത് 90% ഓഫ് സൗത്ത് ചൈന സീ അവരുടെയാണെന്ന് പറഞ്ഞിട്ടാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ക്ലെയിം എന്ന് പറയുന്നത് U-ഷേപ്ഡ് 9 ലൈൻ വരച്ചിട്ടാണ്. അതൊരു ഇമാജിനറി ലൈൻ ആണ്. 1940s ചൈനീസ് ജിയോഗ്രഫർ മാപ്പിൽ വരച്ച് അത് അവരുടേതാണെന്നാണ് പറയുന്നത്. അപ്പൊ US, ഓസ്ട്രേലിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഒക്കെ ചൈനയുടെ ഒരു മാരിടൈം ക്ലെയിമിനെ, സൗത്ത് ചൈന സീയിലുള്ള ക്ലെയിമിനെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. RBI keeps policy rate unchanged at 6.5%. മോണിറ്ററി പോളിസി കമ്മിറ്റി RBIയുടെ റിപ്പോ റേറ്റ് 6.5% ആയിട്ട് 7th കോൺസിക്യൂട്ടീവ് ടൈമിലും അത് തന്നെയാണ് അവർ അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ബേസ്ഡ് ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2025 4.5 പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. RBI ഓൾസോ റിട്ടൈൻഡ് GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 7% ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2024-25. RBI to allow foreign investors in IFSC to invest in sovereign green bond. RBI എലിജിബിൾ ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിൽ നിന്നുള്ള സൊവേറിയൻ ഗ്രീൻ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അറ്റ് പ്രസന്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെബിയുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സൊവേറിയൻ ഗ്രീൻ ബോണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ഡിഫറെന്റ് റൂട്ട് വഴി, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലേക്കുള്ള FPI ഇൻവെസ്റ്റ്മെന്റ് വഴി. RBI ഈ ഒരു അനൗൺസ്മെന്റ് വഴി യൂണിയൻ ബഡ്ജറ്റ് 2023 ഈ ഒരു അനൗൺസ്മെന്റ് വഴിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൊവറിൻ ഗ്രീൻ ബോണ്ട്സ് January 2023 ഇഷ്യൂ ചെയ്തത്. 15th CIDC വിശ്വകർമ്മ അവാർഡ്സ് 2024 orders SJVN for its corporate social responsibility contribution.
SJVN ലിമിറ്റഡ് ഇത് മിനിരത്ന കമ്പനിയാണ്. അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ക്രിയേറ്റിംഗ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമ്പാക്ട് ബൈ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കൗൺസിൽ. മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ഇയറിലും അവർക്കത് കിട്ടിയിരിക്കുകയാണ്. ഈ കമ്പനി CIDC പാർട്ട്നേഴ്സ് റിസീവ് ചെയ്യുന്നത് ഒരു പ്രോഗ്രസ് ട്രോഫി കിട്ടും ഓൺഗോയിങ് CSR ഇനീഷ്യേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട്. ഈ കമ്പനി മോർ ദാൻ 450 crores ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് CSR ആക്ടിവിറ്റീസിന് വേണ്ടി. അതായത് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, ഹെൽത്ത്, ഹൈജീൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രയോറിറ്റൈസിങ് ഏരിയാസ് എന്ന് പറയുന്നത്. ആർക്കിയോളജിസ്റ്റ് unearthed lead coin hard from Ishwaku period in Panikiri, Suryapet. So, Department of Archaeology and മ്യൂസിയത്തിന്റെ ഒഫീഷ്യൽസ് ലെഡ് കോയിൻസിന് പനിക്കിരി ബുദ്ധിസ്റ്റ് സൈറ്റ് സൂര്യപത് ഡിസ്ട്രിക്ട് തെലങ്കാനയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ടീമിനെ ലീഡ് ചെയ്തത് N സാഗർ ആണ്, എക്സ്കവേഷൻ ഡയറക്ടർ ആണ്. അദ്ദേഹം 3730 ലെഡ് കോയിൻസ് ആണ് എർത്തൺ ഫോർട്ടിൽ നിന്ന് കണ്ടെത്തിയത്. എലഫന്റ് സിമ്പിൾ ആയിരുന്നു അതില് ഒരു സൈഡില് ഉജ്ജയിൻ സിമ്പിൾ ആണ് മറ്റേ സൈഡില്. ഓക്കെ, ഈ കോയിൻസ് എന്ന് പറയുന്നത് ഇഷ്വാക്കു പീരീഡിലാണെന്നാണ് അവര് ഇപ്പൊ കണ്ടെത്തിയത്. 3rd century മുതൽ 4th century കോമൺ എറയുടെ സമയത്താണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്വാക്കു പീരീഡ് എന്താന്ന് നോക്കാം. അപ്പൊ ഈ ഡൈനാസ്റ്റി റൂൾ ചെയ്തത് ഈസ്റ്റേൺ കൃഷ്ണ റിവർ വാലി ഓഫ് ഇന്ത്യയുടെ സൈഡിലാണ്. ക്യാപിറ്റൽ വിജയപുരിയാണ്. മോഡേൺ നാഗാർജുനക്കൊണ്ട ആന്ധ്രാപ്രദേശിലെ സ്ഥലം മോഡേൺ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 3rd and 4th century CE-യിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇക്ഷ്വാക്കൂസ് എന്ന് പറയുന്നത് ആന്ധ്ര ഇക്ഷ്വാക്കൂസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇക്വാക്കൂസ് ഓഫ് വിജയപുരി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിലുള്ള കിങ്സ് എന്ന് പറയുന്നത് ഷൈവേറ്റ്സ് ആയിരുന്നു. അപ്പൊ വേദിക് റൈറ്റ്സ് ഒക്കെ പെർഫോം ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ബുദ്ധിസം ഈ ഒരു റീജിയനിൽ ഫ്ലറിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള കുറെ ക്യൂൻസും പ്രിൻസസസ് ഒക്കെ ബുദ്ധിസ്റ്റ് മോണമെന്റ്സിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് പ്രസന്റ് നാഗാർജുനക്കൊണ്ടയിലുള്ള ബുദ്ധിസ്റ്റ് മോണമെന്റ്സിലേക്ക് ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന ക്യൂൻസും പ്രിൻസസും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഡേ April 7. അപ്പൊ വേൾഡ് ഹെൽത്ത് ഡേ നമ്മൾ April 7 എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് WHO 1948 ഫൗണ്ട് ചെയ്തതിന്റെ ഒരു ആനിവേഴ്സറിയും കൂടിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഹെൽത്ത് ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വേൾഡിൽ തന്നെ ഹെൽത്ത് ഇഷ്യൂസിനും യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആക്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.